ഞാൻ കോവിഡിൻ്റെ ടൈമിൽ ഞങ്ങളെല്ലാവരും കളമശ്ശേരിയിൽ ടർഫ് എടുത്തിട്ട് നിവിനും എല്ലാവരും ഷർഫ് ഉണ്ടാവും, ശബരി ഉണ്ടാവും, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അപ്പം അന്ന് സദ്ദാം എന്ന് പറഞ്ഞിട്ടൊരു ശബരിയുടെ ഫ്രണ്ട് വരുന്നു. സദ്ദാം അറിയാലോ? കാക്കനാട്. അപ്പോൾ സദ്ദാം വരുമായിരുന്നു. അന്ന് നമ്മൾ ഇച്ചിരി സോഫ്റ്റ് ടെന്നീസിലാണ് കളിക്കുന്നത്. അപ്പോൾ അന്ന് കളിക്കുന്ന സമയത്ത് സദ്ദാം എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വാ നമുക്ക് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ കളിക്കാം, ഈ പറഞ്ഞ സ്റ്റിച്ച് ബോളിൽ കളിക്കാം, ക്രിക്കറ്റ് ബോളിൽ കളിക്കാം. ലൈക്ക് ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ചേട്ടൻ ശബരി ചേട്ടനും ഷർഫിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷർഫും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാ കളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ ഇല്ലടാ എനിക്ക് പേടി, എനിക്ക് ഭയങ്കര ഡാർക്കായിരുന്നു ഈ ക്രിക്കറ്റ് ബോൾ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഇഞ്ചുറീസും പരിപാടികളും സംഭവിച്ചിട്ടുണ്ടല്ലോ. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഷിനോസ് ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നതാണ്. ഷിനോസ് റഹ്മാൻ സ്കൂൾ ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു. ഞാൻ സെലക്ഷനൊക്കെ പോയിട്ടുണ്ട്, എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല അന്ന് ഇത്രേ ഉള്ളൂ. ഇവിടുന്ന് ബോള് അന്ന് നമുക്ക് ഈ സെലക്ഷനൊക്കെ തരുന്നത് കോർക്ക് ബോളാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് പുട്ടൊക്കെ പോലെയായിരുന്നു നമുക്ക് ആ ബോള് ഇവിടുന്ന് അങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട്. അപ്പം അന്ന് സെലക്ഷനൊക്കെ പോയിട്ട് സെലക്ഷൻ ഒന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷെ അവിടെ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട്, സാധാരണ നമ്മളിപ്പം കളിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു പാരന്റിങ് പിന്നെ നല്ല സപ്പോർട്ടായിരുന്നു. നല്ല അടിയായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ചൂരലിന് എന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട്, ഗേറ്റ് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. ഞാൻ അതായത് പപ്പ മമ്മിയായിരിക്കും ഈവനിങ് ഒക്കെ കടയിൽ നിൽക്കുന്നത്. പപ്പ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ നൈസായിട്ട് ബാക്കിൽ വഴിയുണ്ട്, ആ വഴി ചാടി എൻ്റെ അടുത്ത് പഠിക്കാനിരുന്ന് ഇരിക്കാൻ പറയും. ഞാൻ ബാക്ക് വഴിയൊക്കെ നൈസായിട്ട് ഗ്രൗണ്ട് പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് പപ്പ വരുന്നതിന് മുമ്പ് നൈസായിട്ട് കയറാൻ നോക്കും. പക്ഷെ അങ്ങനെ എന്നെ പിടിച്ചിട്ടുണ്ട്, അങ്ങനെ പിടിച്ച് ഓടിച്ചിട്ടുണ്ട്, വീടിൻ്റെ ചുറ്റും ഓടിച്ചിട്ടുണ്ട് പപ്പ. ഭയങ്കര പഠിക്കുന്ന പരിപാടിക്ക് വേണ്ടിയിട്ട് ഭയങ്കര, കാരണം നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ഇവനൊക്കെ രക്ഷപ്പെട്ടാലേ പുള്ളിക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അതെ, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവില്ല. കാരണം അതിനോട് ഇവനെ എന്നെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് എനിക്കൊന്നും ബുക്സ് ഇല്ല, ടെക്സ്റ്റ് ബുക്സും സംഭവങ്ങളില്ല. എൻ്റെ കസിൻസിൻ്റെ അല്ലെങ്കിൽ വീടിനടുത്തുള്ള കുട്ടികളുടെ, നമ്മുടെ സീനിയർ, ഒരു വർഷം സീനിയറായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ബുക്സൊക്കെ നമുക്ക് കിട്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചില്ലെങ്കിൽ ഈ ബുക്സൊക്കെ പോകും. അപ്പം ആദ്യമേ തന്നെ പറഞ്ഞു ഏൽപ്പിക്കണമല്ലോ. അതായത് തോക്കുമെന്നുള്ള പ്രതീക്ഷ, തോക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലെന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് പക്ഷേ ആരെങ്കിലൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് പോകും. നമുക്ക് ഈ പറഞ്ഞ വർഷം സ്കൂൾ ഫീസ് ഉണ്ട്, ഇതൊന്നും അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൊരു ഫാമിലി അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ഫാമിലി ആയിരുന്നു. ലൈക്ക് അപ്പൂപ്പനൊക്കെ ആയിട്ട് അത്യാവശ്യം റിച്ചൊക്കെ ആയിരുന്നു. പക്ഷേ പുള്ളി അടിച്ച് ഫിറ്റായി നല്ല കുറേ കാശ് പോയി എന്നുള്ളതാണ് കേട്ടേക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറയുന്ന പോലെ സ്കൂളിൽ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ തറയിലൊക്കെ ഇരുത്തിയിട്ടുണ്ട്. നമുക്ക് അഭിമാനം വിട്ടിട്ടുള്ളൊരു പരിപാടിയില്ലല്ലോ, നമ്മൾ പറയില്ലല്ലോ, ഇങ്ങനെ കിട്ടാത്തതൊന്നും പറയില്ലല്ലോ, വാങ്ങിച്ചില്ല എന്നുള്ളൊരു പരിപാടിയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് സ്കൂളിൽ തറയിലിരിക്കുന്ന പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവനെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് വലുതാക്കിയിട്ട് വേണം പുള്ളിക്കൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട്. അപ്പോൾ പുള്ളി ഞാൻ +1 ആയപ്പോഴത്തേക്കും റെസ്റ്റ് ഇൻ പീസായി, റെസ്റ്റ് എടുത്ത് പുള്ളി. അത് ഈ പറഞ്ഞാൽ പഠിപ്പിച്ച് ഒന്ന് വൃത്തിയായിട്ടൊക്കെ എടുക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ഈ ഫുൾ ടൈം ഗ്രൗണ്ടിലാണ്. ഈ പപ്പ പോകുന്ന ഗ്യാപ്പിൽ ഞാൻ ചാടും ഈവനിങ് ഇരുട്ടുന്നതിന് മുമ്പ് കളിയൊക്കെ. പക്ഷെ നമ്മൾ ഈ കളിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴും നമ്മൾ ഈ ടൈം, അന്ന് വാച്ചോ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ വാച്ച് കിട്ടിയിട്ടൊന്നും കളിക്കാൻ പോകുന്നില്ല, ഒന്നുമില്ല. വീട്ടിലൊരു ക്ലോക്ക് ഉണ്ടെങ്കിൽ എന്ന് പറയാം. മൊബൈൽ ഫോണിൽ ഒന്നുമില്ല, സമയം നോക്കുന്നില്ല, നമ്മൾ ഇരുട്ടാവാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷേ ഇരുട്ടായാലും മറ്റേ സൂര്യൻ ഇച്ചിരിയും കൂടി വെളിച്ചം നിൽക്കുന്ന രീതിയിൽ വരെ നമ്മളിങ്ങനെ കളിച്ച് ആവേശത്തിൽ ഇങ്ങനെ നിന്നു. പക്ഷെ ടൈം പോകും, തിരിച്ചെത്തുമ്പോൾ ആള് വീട്ടിലുണ്ടാവും. എന്നെ വീടിന് ചുറ്റും ഓടിച്ചിട്ടുണ്ട്, സോഡാ കുപ്പി എടുത്ത് ഓടിച്ചിട്ടുണ്ട് കടയില്. എന്നിട്ട് അവസാനം എന്നെ കിട്ടിയില്ല. ഞാൻ ബാത്റൂമിൽ കയറി വാതിലടച്ച് വാതിലിൽ മുട്ടി. ബാത്റൂമിൻ്റെ ഡോറ് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ബാത്റൂമിൽ പോകാൻ പറ്റില്ല. തന്നെ പുള്ളി ബാത്റൂം പൊളിച്ചില്ല. പക്ഷെ എൻ്റെ പ്രാവും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പ്രാവിനെ വളർത്തുന്നുണ്ടായിരുന്നു. പ്രാവും കൂടെ എടുത്ത് പൊളിച്ച് കാട്ടിക്കളഞ്ഞു. അത് ദേഷ്യം അവിടെ തീർത്തായിരുന്നു. അങ്ങനെയൊക്കെ കുറേ അടിയിട്ടിരുന്നു. അതുപോലത്തെ നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക്. എനിക്കൊന്ന് ഇപ്പോഴാണ് കുറച്ചുകൂടി കളിക്കാനൊക്കെ ഇറങ്ങാൻ പറ്റുന്നത്. ഇപ്പോഴാണ്, ഇപ്പം പിന്നെ അടിക്കാൻ പറ്റില്ലല്ലോ, അതായിരുന്നു കുഴപ്പമില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് നമ്മളിപ്പോൾ വേറൊരു പ്രൊഫഷണലാണ്. ഞാൻ പഠിച്ചത് നഴ്സിംഗാണ് പഠിച്ചതെങ്കിലും
പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എൻ്റെ പാഷൻ എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഡ്രീം ഡിസ്കവർ ചെയ്യുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പോലെ നമുക്കൊരു സിനിമയിലേക്ക് വന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ CCL എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത്. പേഴ്സണലി എനിക്ക് ക്രിക്കറ്റും ഫുട്ബോളും എനിക്ക് സ്പോർട്സ് വൈസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വൈ നോട്ട് എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഞാൻ സദാമിൻ്റെ അടുത്ത് ഡ്രിൽസും പ്രാക്ടീസൊക്കെ ചെയ്യാനായിട്ട് പോയി. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് അച്ചടക്കമൊക്കെ വന്നു എന്ന് തോന്നുന്നു.